ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റെപ്പ് ടു സക്സസ്. ഇന്നത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് ഫ്രേസൽ വെർബുകളാണ്. പരീക്ഷകളിലെ സജീവമായ ഒരു സാന്നിധ്യമാണല്ലേ ഫ്രേസൽ വെർബ്സ് എന്ന് പറയുന്നത്. വൊക്കാബുലറി പാർട്ടിൽ നിന്ന് നമുക്ക് അത്യാവശ്യം കിട്ടുന്ന ഒരു മേഖലയാണ് ഈ ഫ്രേസൽ വെർബ്സ് എന്ന് പറയുന്നത്. വരാൻ പോകുന്ന എല്ലാ പരീക്ഷകൾക്കും നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുള്ള പ്രീവിയസ് ചോദ്യങ്ങളിലെ സ്ഥിര സാന്നിധ്യത്തെയാണ് ഞാനിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ക്ലാസ്സിലിരിക്കുമ്പോൾ തന്നെ കിടിലമായിട്ട് പഠിച്ചു വെക്കോളാം കേട്ടോ. പിന്നത്തേക്ക് മാറ്റി വയ്ക്കരുത്, കേട്ടങ്ങ് പഠിക്കുക കേട്ടോ. മൈൻഡിനകത്തങ്ങ് സെറ്റ് ചെയ്യുക. ഒത്തിരി ഫ്രേസൽ വെർബ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ആകെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഓടിവാ മക്കളെ, കയറിപ്പോരെ കൂടെ പിടിച്ചോ. ഫ്രേസൽ വെർബ്സ്. ബ്രേക്ക് ഡൗൺ. എന്താ ബ്രേക്ക് ഡൗൺ? ലോസ് കൺട്രോൾ ആണ്. ലോസ് കൺട്രോൾ. ഇപ്പോൾ ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്തുവാ മക്കളെ? ലോസ് കൺട്രോൾ. എടാ നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. നമ്മൾ അത്യാവശ്യമായിട്ടൊരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചോ. നമ്മൾ പോകുന്ന ബസ് അല്ലെ ഏത് വാഹനം ആയിക്കോട്ടെ, ബ്രേക്ക് ഡൗൺ ആയിക്കഴിഞ്ഞാൽ നമ്മളൊരു അവസ്ഥ നമ്മൾ കൺട്രോൾ പോകത്തില്ലേ? കൺട്രോൾ ഉറപ്പായിട്ടും പോകും. അത്യാവശ്യമായിട്ട് പോകട്ടെ, നമ്മൾ അവിടെ നിന്ന് വല്ലാണ്ട് ഇറിറ്റേറ്റഡ് ആവത്തില്ലേ? സിംപ്ലി അങ്ങനെ ഓർത്ത് വെച്ചോ. ബ്രേക്ക് ഡൗൺ, ലോസ് കൺട്രോൾ. ബ്രേക്ക് ഡൗൺ, ലോസ് കൺട്രോൾ. ബ്രേക്ക് ഡൗൺ എന്താ? ലോസ് കൺട്രോൾ. കൂടെ പറഞ്ഞു വാന്ന്. ഓക്കെ, ബ്രേക്ക് ഡൗൺ, ലോസ് കൺട്രോൾ. ബ്രേക്ക് ഇൻടു. ബ്രേക്ക് ഇൻടു, എൻ്റർ ബൈ ഫോഴ്സ്. എൻ്റർ ബൈ ഫോഴ്സ്. എൻ്റർ ബൈ ഫോഴ്സ്. എൻ്റർ ബൈ ഫോഴ്സ്. ഇപ്പോൾ ബ്രേക്ക് ഇൻടു എന്നാണ്. അത് ആ ബ്രേക്ക് ഇൻടു എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അല്ലേ, ഫോഴ്സ് ചെയ്ത് എൻ്റർ ചെയ്യുക എന്നുള്ളത്. ബ്രേക്ക് ഇൻടു, എൻ്റർ ബൈ ഫോഴ്സ്. ബ്രേക്ക് ഇൻടു, ഇൻടു, ഇൻടു അകത്തേക്ക് എന്ന് പറയുന്ന ഒരു വാക്ക് നമുക്ക് അതിനകത്തൊന്നും കിട്ടത്തില്ലായോ. അപ്പോൾ എൻ്റർ ബൈ ഫോഴ്സ്. പഠനമൊക്കെ നല്ല രീതിയിൽ തന്നെ നടക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. ഞാൻ എന്നും ഇങ്ങനെ പറഞ്ഞ് എല്ലാ ആഴ്ചകളിലും നിങ്ങളെ ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചാണ്. എന്താ ഉണ്ട് വിശേഷം, സുഖമായിരിക്കുന്നല്ലോ, അതുപോലെ തന്നെ എന്താ പഠനമൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ക്ലീശ ഒഴിവാക്കാം, ക്ലീശ വാക്കുകൾ ഒഴിവാക്കാമെന്ന് വിചാരിച്ചാൽ ഇന്ന് ചോദിക്കാത്തത്. പഠനം നന്നായിട്ട് പോട്ടെ. യെസ്, ബ്രേക്ക് ഇൻടു, എൻ്റർ ബൈ ഫോഴ്സ്. ബ്രേക്ക് ഇൻടു. ഇപ്പോൾ ബ്രേക്ക് ഡൗൺ എന്താ? ലോസ് കൺട്രോൾ. ചില ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരിക്കുവാണ് ബ്രേക്ക് ഡൗൺ ആയിട്ട്. കൺട്രോളൊക്കെ പോയിട്ട് പരീക്ഷ വന്നു, തലയിൽ കയറി, പഠിച്ചതെല്ലാം മറന്നുപോയി എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല കേട്ടോ. എല്ലാം നിങ്ങൾക്ക് അറിയാം. നിങ്ങളൊന്ന് റികളക്ട് ചെയ്തെടുത്ത് ഒന്ന് ഉഷാറായിട്ടിരുന്നോ. ബ്രേക്ക് ഡൗൺ, ലോസ് കൺട്രോൾ. ബ്രേക്ക് ഇൻടു, എൻ്റർ ബൈ ഫോഴ്സ്. ബ്രേക്ക് ഔട്ട്. ബ്രേക്ക് ഔട്ട്, സ്റ്റാർട്ട് സഡൻലി. ബ്രേക്ക് ഔട്ട് കുഞ്ഞുങ്ങളെ, ബ്രേക്ക് ഔട്ട്, സ്റ്റാർട്ട് സഡൻലി. നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റോപ്പ് ചെയ്ത് വച്ചിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് ഔട്ട്, സ്റ്റാർട്ട് സഡൻലി. സ്റ്റാർട്ട് സഡൻലി. അപ്പോൾ പിന്നെ ബ്രേക്കപ്പ്. ബ്രേക്കപ്പ് എന്ന് കേട്ടാൽ തന്നെ നമുക്ക് എന്താ ഒരു ഐഡിയ കിട്ടി, ചെറിയ ചിരിയൊക്കെ വരുന്നുണ്ട്. കം ടു ആൻ എൻഡ്. ബ്രേക്കപ്പ് എന്താണ്? കം ടു ആൻ എൻഡ്. പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ടുള്ള താൽക്കാലികമായ ഒരു എൻഡ്. ബ്രേക്കപ്പ്. ബ്രേക്കപ്പ്, കം ടു ആൻ എൻഡ്. ബ്രേക്ക് ഡൗൺ എന്താണ്? ലോസ് കൺട്രോൾ. ബ്രേക്ക് ഡൗൺ, ബ്രേക്ക് ഡൗൺ, ലോസ് കൺട്രോൾ. ബ്രേക്ക് ഇൻടു, എൻ്റർ ബൈ ഫോഴ്സ്. ബ്രേക്ക് ഇൻടു, എൻ്റർ ബൈ ഫോഴ്സ്. ബ്രേക്ക് ഔട്ട്, സ്റ്റാർട്ട് സഡൻലി. ബ്രേക്കപ്പ് എന്താണ്? കം ടു ആൻ എൻഡ്. അത് നോക്കിയേ, ഈ മൂന്ന് സംഗതികളും സാധാരണയായിട്ട് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത് അല്ലേ. ലുക്ക് ഫോർ, സെർച്ച്. ലുക്ക് ഫോർ, സെർച്ച്. നിങ്ങളിപ്പോൾ എന്താണ് ഒരു ഗവൺമെൻറ് ജോലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെർച്ചിലാണ് അല്ലേ. ലുക്ക് ഫോർ. ലുക്ക് ഫോർ, സെർച്ച്. ലുക്ക് ഫോർ, സെർച്ച്. ലുക്ക് ഇൻ ടു, എക്സാമിൻ ഓർ ഇൻവെസ്റ്റിഗേറ്റ്. അപ്പോൾ അടുത്തിടെ കണ്ട പരീക്ഷകളിലൊക്കെ എക്സാമിൻ എന്നതിന് പകരം കൂടുതൽ ഇൻവെസ്റ്റിഗേറ്റ് എന്ന വാക്ക് തന്നതുകൊണ്ട് കേട്ടോ ഞാൻ ഇൻവെസ്റ്റിഗേറ്റ്. കൂടുതൽ പ്രീവിയസ് ഒക്കെ നമ്മൾ നോക്കുമ്പോൾ എക്സാമിൻ എന്നുള്ള വാക്ക് കാണുന്നുണ്ട്. എന്നാൽ അടുത്തിടെ നടന്ന പരീക്ഷ ഇൻവെസ്റ്റിഗേറ്റ് കണ്ടതുകൊണ്ട് ഞാൻ എടുത്തു. ലുക്ക് ഇൻ ടു, എക്സാമിൻ ഓർ ഇൻവെസ്റ്റിഗേറ്റ്. എക്സാമിൻ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ അടുത്തിടെ നടന്ന പരീക്ഷകളിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുക, ലുക്ക് ഇൻ ടു, അതിനകത്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, എക്സാമിൻ ചെയ്യുക കേട്ടോ. അടുത്തിടെ നടന്ന പരീക്ഷ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് അത് തന്നെയാണ്. ഇപ്പോൾ നടക്കുന്ന പരീക്ഷ, ഇപ്പോൾ നിങ്ങൾ അടുത്ത മാസം ഒരു പരീക്ഷ എഴുതാൻ പോകാമെന്ന് കരുതിക്കോളൂ. ഈ കഴിഞ്ഞ 3 മാസങ്ങൾ നടന്ന പരീക്ഷകൾ, പഴയതൊന്നും നോക്കണ്ടെന്നല്ല, കഴിഞ്ഞ 3 മാസങ്ങൾ നടന്ന പരീക്ഷകളുടെ ക്വസ്റ്റ്യൻസ് എടുക്കുക, ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക. ഏതൊക്കെ മേഖലയെന്നാ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, ഏതൊക്കെ മേഖലകൾ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്, ഇനി ഏതൊക്കെ മേഖലകളാണ് ഞാൻ കവർ ചെയ്യാനുള്ളത് ഒന്ന് സെൽഫ് ഇവാലുവേഷൻ നടത്തുക. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യാറുള്ള കാര്യം വേറെ ആർക്കെങ്കിലും ഇങ്ങനെ ചോദിക്കും, നിങ്ങൾ എങ്ങനെയാണ് പഠിക്കുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് നല്ലതാണ്, അത് നല്ലത്, ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് അത് നല്ലതാണ്. എങ്കിലും ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഫോളോ ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഒത്തിരി ആൾക്കാർക്ക് അങ്ങനെ ചോദിക്കുന്നതിന് പകരം ഞാൻ ഫോളോ ചെയ്ത ഒരു കാര്യം ഇതാണ്. എന്താ? പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കുറച്ച് വർക്കൗട്ട് ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മോക്ക് ടെസ്റ്റുകൾ. തൊഴിൽ വാർത്തയിലും തൊഴിൽ വീതിയിലും ഒക്കെ വരുന്ന മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഒരുപാട് വെറൈറ്റി മേഖലകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ഏതെങ്കിലുമൊക്കെ മേഖല നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് പഠിച്ചെടുക്കാനായിട്ട് നമുക്ക് പറ്റും.
അപ്പോൾ അത് ചെയ്യുക. SCERT ഒരു സപ്ലിമെൻ്റ് ഒരു ഹെൽപ്പിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യാം. സപ്ലിമെൻറ്റ്സ് ഒക്കെ എടുത്ത് വായിച്ച് നോക്കാം. SCERTയുടെ തന്നെ കുറച്ച് കിട്ടുന്ന ഭാഗങ്ങളൊക്കെ ഉള്ള ചില സപ്ലിമെൻറ്റ്സ് ഉണ്ട്, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഏറ്റവും പ്രധാനമായിട്ട് പഴയ ഈ 3-4 മാസത്തിനുള്ളിൽ നടന്ന പരീക്ഷകളെ കുറച്ചുകൂടെ എന്ത് ചെയ്യുക, ഗൗരവപൂർവ്വം അതിൻ്റെ ക്വസ്റ്റ്യൻസിനെ കുറച്ചുകൂടെ ഗൗരവപൂർവ്വം കാണുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും PSCയുടെ ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണ്. 1990 അല്ലെങ്കിൽ 2000-2005 ക്വസ്റ്റ്യൻസ് ഒക്കെ മാത്രം എടുത്ത് വെച്ച് നോക്കിയിട്ട് പ്രീവിയസ് ഞാൻ കുറേ വർക്ക് ചെയ്തു ഒരു പ്രയോജനമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. PSCയുടെ നിലവിലുള്ള ട്രെൻഡ് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക, ട്രെൻഡി ആയിക്കേ. ലുക്ക് ഇൻ ടു, എക്സാമിൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റ്. ലുക്ക് ആഫ്റ്റർ, ടേക്ക് കെയർ ഓഫ്. നമ്മൾ സാധാരണ കുഞ്ഞുങ്ങളുടെ കാര്യം പറയുമ്പോൾ എപ്പോഴും പറയാറുള്ള ഫ്രേസൽ വെർബാണ് അല്ലേ. ലുക്ക് ആഫ്റ്റർ, ടേക്ക് കെയർ ഓഫ്. ലുക്ക് ആഫ്റ്റർ, ടേക്ക് കെയർ ഓഫ്. ലുക്ക് ആഫ്റ്റർ, ടേക്ക് കെയർ ഓഫ്. നോക്കിയപ്പോൾ ലുക്ക് ഫോർ, സെർച്ച്. ലുക്ക് ഇൻ ടു, ഇൻവെസ്റ്റിഗേറ്റ് ഓർ എക്സാമിൻ. ലുക്ക് ആഫ്റ്റർ, ടേക്ക് കെയർ ഓഫ്. ലുക്ക് ആഫ്റ്റർ, ടേക്ക് കെയർ ഓഫ്. ഒന്നുകൂടെ പറഞ്ഞു തരട്ടെ. ലുക്ക് ഫോർ, സെർച്ച്. ലുക്ക് ഫോർ, സെർച്ച്. ലുക്ക് ഇൻ ടു, ഇൻവെസ്റ്റിഗേറ്റ്. ലുക്ക് ഇൻ ടു, ഇൻവെസ്റ്റിഗേറ്റ്. ലുക്ക് ആഫ്റ്റർ, ടേക്ക് കെയർ ഓഫ്. ലുക്ക് ആഫ്റ്റർ, ടേക്ക് കെയർ ഓഫ്. ഓക്കെ അല്ലേ? ഞാൻ ഒന്നുകൂടെ ഇത് പറഞ്ഞു തരണോ? ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓക്കെ. ബ്രേക്ക് ഡൗൺ, ലോസ് കൺട്രോൾ. ഒന്ന് ഞാൻ പറയട്ടെ, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും കേട്ടോ. വീഡിയോ കുറച്ച് നേരം കാണും, പിന്നെ കാണത്തില്ല. അങ്ങനെ ചെയ്യരുത്. ഏത് വീഡിയോയിൽ ഒത്തിരി ലെങ്തി ആയിട്ടുള്ള വീഡിയോസൊന്നും നമ്മൾ ചെയ്യാറില്ല. വീഡിയോ കുറച്ച് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നതാണെങ്കിൽ കേൾക്കുക, നിങ്ങൾക്ക് എന്ത് ചെയ്യത്തില്ല, മറന്നു പോകത്തില്ല. ഓക്കെ. അപ്പോൾ ബ്രേക്ക് ഡൗൺ, ലോസ് കൺട്രോൾ. ബ്രേക്ക് ഇൻ ടു, എൻഡ് ബൈ ഫോഴ്സ്. ബ്രേക്ക് ഔട്ട്, സ്റ്റാർട്ട് സഡൻലി. ബ്രേക്ക് ഔട്ട് കുഞ്ഞുങ്ങളെ. ബ്രേക്ക് അപ്പ്, കം ടു ആൻ എൻഡ്. ദെൻ ലുക്ക് ഫോർ, സെർച്ച്. ലുക്ക് ഫോർ, സെർച്ച്. ലുക്ക് ഇൻ ടു, ഇൻവെസ്റ്റിഗേറ്റ്. ലുക്ക് ആഫ്റ്റർ, ടേക്ക് കെയർ ഓഫ്. ലുക്ക് ആഫ്റ്റർ, ടേക്ക് കെയർ ഓഫ്. അടുത്തതിലേക്ക് പോകാമല്ലോ. ഓക്കെ. ബ്രിങ് അബൌട്ട്. ബ്രിങ് അബൌട്ട്, കോസ് ടു ഹാപ്പൻ. ബ്രിങ് അബൌട്ട് എന്താ പറയുക, കോസ് ടു ഹാപ്പൻ. കോസ് ടു ഹാപ്പൻ. ബ്രിങ് അബൌട്ട്. ബ്രിങ് ഇൻ, ഇൻട്രൊഡ്യൂസ്. ബ്രിങ് ഇൻ, ഇൻട്രൊഡ്യൂസ്. ബ്രിങ് അബൌട്ട്, കോസ് ടു ഹാപ്പൻ. കോസ് കാരണം അല്ലേ. ഓക്കെ. ബ്രിങ് അബൌട്ട്, കോസ് ടു ഹാപ്പൻ. ബ്രിങ് ഇൻ, ഇൻട്രൊഡ്യൂസ്. ബ്രിങ് ഇൻ, ഇൻട്രൊഡ്യൂസ്. കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും ഇവിടെ? നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എന്ത് പേരിലായിരിക്കും? നിങ്ങൾ PSC ഉദ്യോഗാർത്ഥികൾ എന്ന രീതിയിൽ നിങ്ങളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങും. ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ചില ആൾക്കാർ ഹൗസ് വൈഫ് ആണെന്ന് പറയും, അല്ലെങ്കിൽ പാർട്ട് ടൈം വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ അങ്ങനെ പറയും, IT പ്രൊഫഷണൽ എന്നൊക്കെ പറയാറുണ്ട്. കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും കുഞ്ഞുങ്ങളെ? കൺവെൻറ്റബിളി നിങ്ങളുടെ സ്ഥാപനം അല്ലെങ്കിൽ നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ബേസ്, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്, ഏതാണോ നിങ്ങൾക്ക് ലഭ്യമാകാനിരിക്കുന്ന ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അതിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഡെസിഗ്നേഷൻ ആയിരിക്കും നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. ശരിയല്ലേ? അപ്പോൾ അങ്ങനെ അത് വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു തലത്തിലേക്ക് എത്തിച്ചേരുക. അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റട്ടെ, വളരെ പെട്ടെന്ന് തന്നെ പറ്റട്ടെ. ഓക്കെ. ബ്രിങ് ഇൻ, ഇൻട്രൊഡ്യൂസ്. ബ്രിങ് ഇൻ, ഇൻട്രൊഡ്യൂസ്. ബ്രിങ് ഡൗൺ, റെഡ്യൂസ്. ബ്രിങ് ഡൗൺ, റെഡ്യൂസ്. ബ്രിങ് ഡൗൺ, റെഡ്യൂസ്. ബ്രിങ് ഡൗൺ യുവർ ടെൻഷൻസ്. നിങ്ങളുടെ ടെൻഷൻസിനെ നിങ്ങൾ എന്ത് ചെയ്യുക? ബ്രിങ് ഡൗൺ ചെയ്യൂ, റെഡ്യൂസ് ചെയ്യൂ. ദെൻ എന്ത് ചെയ്യുക? ബ്രേക്ക് ഔട്ട്. സ്റ്റാർട്ട് സഡൻലി. ഓക്കെ. അപ്പോൾ ബ്രിങ് ഇൻ, ഇൻട്രൊഡ്യൂസ്. ബ്രിങ് ഇൻ, ഇൻട്രൊഡ്യൂസ്. ബ്രിങ് ഡൗൺ, റെഡ്യൂസ്. ബ്രിങ് ബാക്ക്, റിട്ടേൺ. ബ്രിങ് ബാക്ക്, റിട്ടേൺ ടു യുവർ സ്പിരിറ്റ്. നിങ്ങൾക്കൊരു സമയത്തുണ്ടായിരുന്ന ഒരു സ്പിരിറ്റ് ഇല്ലേ, പഠിക്കാൻ കാണിച്ച നിങ്ങളുടെ ഒരു ആവേശമില്ലേ, അതിലേക്ക് തന്നെ എന്ത് ചെയ്യും? റിട്ടേൺ. ഓക്കെ. ബ്രിങ് ബാക്ക്, റിട്ടേൺ. അപ്പോൾ ഒന്നുകൂടെ പറയട്ടെ. ബ്രിങ് അബൌട്ട്, കോസ് ടു ഹാപ്പൻ. ബ്രിങ് അബൌട്ട്, കോസ് ടു ഹാപ്പൻ. ബ്രിങ് ഇൻ, ഇൻട്രൊഡ്യൂസ്. ബ്രിങ് ഡൗൺ, റെഡ്യൂസ്. ബ്രിങ് ബാക്ക്, റിട്ടേൺ. ഒന്നുകൂടെ പറഞ്ഞുതരാം. ബ്രിങ് അബൌട്ട്, കോസ് ടു ഹാപ്പൻ. എൻ്റെ കൂടെ പറഞ്ഞേ മക്കളെ. Bring about, cause to happen. Bring in, introduce. Bring down, reduce. Bring back, return. ഒന്നുകൂടെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പറയാമോ? പറഞ്ഞേ. Break down, lose control. Break into, enter by force. Break into, enter by force. Break out, start suddenly. Break up, come to an end. Okay. Look for, search. Look into, investigate. Look after, take care of. Bring about, cause to happen. Bring in, introduce. Bring down, reduce. Bring back, return. കിടിലമായിട്ട് പഠിച്ചോ, അടിപൊളിയായിട്ട് പഠിച്ചോ, കിടുക്കാച്ചിയായിട്ട് പഠിച്ചോ. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ കാത്തിരിക്കുന്ന ആ സർക്കാർ ജോലി വളരെ വേഗത്തിൽ നിങ്ങളെ തേടി നിങ്ങളുടെ അരികിലേക്ക് ഞാനും നിങ്ങളുടെ സഹായത്തിനായി ഒപ്പം കൂടുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ
മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണും. അതുവരേക്കും ബൈ.